മനാഫ് അവിടെ വന്ന് ആ ലോഹാവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അപ്പം മറുവശത്ത് ഈശ്വർ മാൽപേ രണ്ടാമത് കണ്ടെത്തിയ മനാഫിന്റേതല്ല എന്നുള്ള രീതിയിൽ മനാഫിന്റെ വാഹനത്തിന്റേതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാഹനം ആ ടാങ്കർ ലോറിയുടെ ടയറുകളായിരിക്കും എന്നുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ മനാഫിന്റെ ലോറിയുടേതല്ല, ഭാരത് ബെൻസ് ട്രക്കിന്റേതല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം കൃത്യമായി വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ടാങ്കറിന്റേതാണ്. ടാങ്കറിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് ബമ്പറിന്റെയും അതുപോലെ തന്നെ ബോണറ്റിന്റെയും അതുപോലെ തന്നെ മനാഫ് ടെലിഫോൺ ലൈനിലുണ്ട്. മനാഫിന്റേതല്ല എന്ന് ഉറപ്പിക്കുകയാണോ? അല്ലെ, നമ്മളതല്ല, ഇത് പഴയ ഒരു വണ്ടിയാണ് ടാങ്കർ. അപ്പൊ എനിക്ക് നേരത്തെ നഷ്ടപ്പെട്ടു പോയ പിന്നീട് പല സ്ഥലത്തു നിന്നും ഭാഗങ്ങളൊക്കെ കിട്ടിയ വണ്ടി ആയിരിക്കണം അല്ലെ? അതെ അതെ അതെ, ഇത് വേറെ ഏതോ വണ്ടിയാ. ഇതിന്റെ ഒരു ഭാഗം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പൊട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ ഭാഗം ഉണ്ടാവും. ഇത് നമ്മളതല്ല. ഓക്കെ, ശരി മനാഫ്, ശരി. മനാഫാണ് നമ്മളോട് ഫോണിൽ നിന്ന് ഇപ്പോൾ മനാഫാണ് ആ പ്രതികരണം അറിയിച്ചത്. ഇത് മനാഫിൻ്റെ വാഹനത്തിൻ്റെതല്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നേരത്തെ അതിൽ അപകടത്തിൽപ്പെട്ടുള്ള ടാങ്കർ ഉണ്ടായിരുന്നു, ആ ടാങ്കറിൻ്റേതാകാം. എന്തായാലും ഇനി അതിൽ സ്ഥിരീകരണം തീർച്ചയായും അവിടുത്തെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നടത്തട്ടെ. നമുക്ക് ഈ മലയാളിയായ അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയായുടെ ഭാഗങ്ങളാണോ എന്നതായിരുന്നു നമ്മുടെ ഒരു കൗതുകം. അത് അല്ല എന്നാണ് ഇപ്പോൾ മനാഫ് ഉറപ്പിക്കുന്നത്. നമുക്ക് വേഗത്തിൽ തെരച്ചിൽ അവിടെ തുടരുകയാണ്. ഈശ്വർ മാൽപേ മറ്റൊരു സ്ഥലത്ത് മുങ്ങി അവിടെ കയറുകൾ ഉടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കും.